അവളെപ്പോഴും ഈ ക്ലാസ്സിലല്ലേ അമ്മ കുടിക്കുക? അവൾക്ക് ചായ കുടിക്കുമ്പോൾ ഈ ക്ലാസ്സിൽ കുടിച്ചാൽ ചായ എന്നാ ഇത് നിറച്ച് തരാം. ഇനി കുറേ നേരം ചായ ചോദിക്കരുത് ഇവിടെ. നല്ല തണുപ്പോ? തണുപ്പൊന്നുമില്ല കേട്ടോ, ഇന്ന് തണുപ്പ് കമ്മിയാ. തണുപ്പുണ്ട്, അത് നിങ്ങളിപ്പം നീച്ച് വന്നിട്ടാണ്. ഞാൻ നീച്ച് മിറ്റൊക്കെ അടിച്ച് അവിടെയൊക്കെ തീയിട്ടു കേട്ടോ. അപ്പോൾ എൻ്റെ തണുപ്പ് പോയി. ഈ അമ്മൂന് രാവിലെ നീച്ചത് മാത്രമേ ചോദ്യമുള്ളൂ, അമ്മ എന്നാ എവിടേക്കാ പോകണം, അമ്മ എന്നാ എവിടേക്കാ പോകണം. എന്താ അപ്പോൾ ഇന്ന് ഇവർക്ക് രണ്ടുപേർക്കും കണ്ണ് നോക്കാൻ വേണ്ടി പോകണമെന്ന് ഡോക്ടർ 2 മണിക്കാണ് കേട്ടോ ബുക്ക് ചെയ്യാൻ വിളിക്കാൻ പറഞ്ഞിരിക്കണത്. അവൾക്കൊരു പ്രശ്നമില്ല, 2 മണിക്കാണ് വിളിക്കാൻ പറഞ്ഞിരിക്കണത്. 12 മണിക്കല്ലേ? 2 മണിക്ക് എന്നല്ലേ ഏട്ടാ പറഞ്ഞത്? 2 മണിക്ക് എന്താ വിളിക്കാൻ പറഞ്ഞിരിക്കണം. അമ്മു ഞാനില്ല, നിങ്ങൾ പൊക്കോളി. എന്നിട്ട് ഏട്ടബിരെ ലുലുമാളൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് വരും കേട്ടോ. ഞാൻ എല്ലാ പറഞ്ഞ ഇവര് അനങ്ങൂല്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കുറെ കൂട്ടുകാർ പറഞ്ഞിരുന്നില്ലേ കുട്ടികളുടെ എന്താ ഒരു ദിവസം കാണിക്കുമോന്ന്. ഇന്ന് നമ്മുടെ അമ്മൂൻ്റെ അച്ഛൻ്റെ ഒക്കെ ഒരു ദിവസം കാണിക്കാട്ടോ. കിച്ചുവിൻ്റെ ഒക്കെ കിച്ചു അതാണ്ടോ അവിടെ ഹിറ്റാച്ചി മാന്തനുണ്ട്, അവിടെയാണ് അവൻ. നീച്ച് പല്ലും കൂടി തേച്ചില്ല. രാവിലെ അവര് നേരത്തെ 7 മണിയൊക്കെ ആകുമ്പോഴേക്കും അവര് വന്നേക്കണം. അപ്പം അവിടെ പോയിരിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ കുട്ടി അവിടെ. ഏട്ടാ എങ്ങനെ ഇരിക്കുന്നു നോക്ക് കുട്ടി. കിച്ചു ചായട്ടെ കണ്ടോ, പല്ല് വെച്ചിട്ടില്ലേ? നീ പോവോ അവരുടെ കൂടെ കോയമ്പത്തൂർക്ക് പോവോ? അപ്പൊ നീ പാലക്കാട്ടിക്കില്ലല്ലോ, വേണ്ടേ? വണ്ടീന് പിന്നാലെ പോയി ലുലു മാള് പോകണം. എന്തായാലും നമുക്ക് ലുലു മാളിക്കൊക്കെ പോകണം. ഇന്ന് പോകാൻ പറ്റുമോന്നൊന്നും അറിയില്ല കേട്ടോ. ഇന്ന് ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ എന്താ പറയുകയെന്ന് അറിയില്ലല്ലോ. ഡോക്ടർ പറഞ്ഞത് 2 മണിയാകുമ്പോൾ വിളിച്ചിട്ട് വരാനാണ് പറഞ്ഞത്. അപ്പോൾ വിളിച്ചിട്ട് വേഗം വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ 7 മണിക്കൊക്കെ തോന്നുന്നില്ല കേട്ടോ ഡോക്ടർ നോക്കണത്. 3 to 7. അപ്പോൾ ഇവിടുന്ന് 2 മണിക്ക് കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഇവിടുന്ന് 1 മണിക്കൂറിനെ അങ്ങോട്ടില്ലേ, 1 മണിക്കൂർ അങ്ങോട്ടുണ്ട്. അപ്പം പിന്നെ എന്താ പറയുക, അമ്മൂനും ഒരു മങ്ങലുണ്ട് കണ്ണിനെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി അവൾ പറയുന്നു. അപ്പോൾ ഒന്ന് കുട്ടികളുടെ കണ്ണല്ലേ ഒന്ന് കൊണ്ടുപോയി നോക്കട്ടെ. ഏട്ടനാണോ ചേട്ടനോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അനിയൻ കുളിക്കാൻ കയറിട്ടോ. ഒരു കോഴിമുട്ട പൊരിക്കട്ടെ. ഇവർക്ക് പുട്ട് മതി പറഞ്ഞു. അവന് രാവിലെ പലഹാരം വേണ്ട പറഞ്ഞിട്ടേ ചോറെ കുഞ്ഞിട്ട് തിന്നോളൂ. ഒരു മുട്ട പൊരിക്കട്ടെ കേട്ടോ. അച്ഛൻ കഴിക്കില്ല അച്ഛാ. വൃത്തിമതി അറിയാം. പഴം മാങ്ങ കോമഡി. പഴം മതി, നമുക്കെന്താ ആരാ കൊണ്ടുപോയി ഇപ്പൊ കൊടുക്കണോ? ഫ്രിഡ്ജിൽ ഇതാ ഇതിന് പകുതിയൊക്കെ ആരെ കട്ടോണ്ട് പോയി കേട്ടോ. അവിടെ പകുതി ആരെടുത്തു? ആണോ? ഇല്ല, ഉന്നച്ച കഴിച്ചോട്ടെ. ഉന്നച്ച കൊടുക്കട്ടെ. ഇന്ന് അവരുടെ ദിവസമാണ് പറഞ്ഞിട്ട് അവരൊന്നും ചെയ്യില്ല. അച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേ. ഓക്കെ വയ്യ. ഇന്ന് ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അമ്മച്ചി ഞാൻ കെട്ടണ പോലെ അമ്മച്ചി കെട്ടിയിട്ടാണ് അച്ചു നടക്കുക, കണ്ടിട്ടില്ലേ വീഡിയോയിലൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഇന്ന് അമ്മച്ചിക്കെട്ട് കെട്ടിയിട്ട് നടന്നു കഴിഞ്ഞു വെച്ചാൽ ഞാനുണ്ടല്ലോ പറഞ്ഞു. അപ്പം അച്ചു വേഗം പോയിട്ട് അവളുടെ മുടിയൊക്കെ മടഞ്ഞ് കെട്ടിയിട്ട് വന്നേക്കണുണ്ടല്ലേ. സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ അവളുടെ തലമുടി അവൾ തന്നെ കെട്ടിട്ടോ. ഇവിടെ അധികം കൊണിയാൻ വരുള്ളൂ, ഇത് കൊണിയാൻ വരില്ല, ഇത് സീരിയസ് ആണ്. എന്താണെന്നറിയില്ല. ഓ അമ്മോ എന്താ ചെയ്യാ? വിളിക്കാനോ? വിരിക്കേ? ഇതാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അമ്മ അടിച്ചു വരിക്കും, അച്ഛൻ നേരെ വൃത്തിയിൽ വിരിക്കും.
പോരെ? എന്താണെന്നറിയോ, അവൾക്ക് ആ ചൂലെത്തില്ല അമ്മൂട്ടി. അവൾക്ക് ദത്തറയ്ക്ക് എന്താ ഇതാവേണ്ടി വരും. നമ്മുടെ കുട്ടി അടിച്ചു വരും. എപ്പോഴൊന്നും ചെയ്യില്ല കേട്ടോ. ഇപ്പൊ 10ാം ക്ലാസ് ആയതും കൊണ്ട് അമ്മൂന് ഇഷ്ടംപോലെ പഠിക്കാണ്ടാവും. അപ്പൊ എന്താ സ്കൂളില്ലാത്ത സമയത്തൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവള് ചെയ്യട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ് ചെയ്യണേക്കാട്ടിലും അവർ കണ്ടറിഞ്ഞ് ചെയ്യണതല്ലേ ഒന്നും കൂടി നല്ലത്. അപ്പോൾ ചിലപ്പോൾ കണ്ടറിഞ്ഞ് ചെയ്യുക. തുണിയൊക്കെ അവർ തന്നെയാണ് കേട്ടോ. വൈകുന്നേരത്തെ സ്കൂളുണ്ടെങ്കിലും എന്താ വേണ്ടില്ല, തുണിയൊക്കെ എടുത്ത് മടക്കി വയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക അവർ തന്നെ ചെയ്യുക. അപ്പോൾ ചെയ്തോളി, ഉഷാറായിട്ട് പൊക്കോളി രണ്ടാളും. എങ്ങനെ പറയാ, നന്ദനത്തിൽ പറയണ പോലെ ദാക്ഷായണിയും എന്തോ ഒരു അമ്മല്ലേ, വെള്ളം അടുപ്പത്ത് വെച്ചോളി പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരും എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്? തലേണ്ണയുടെ പഞ്ഞു പോയി. ഒക്കെ അവിടെ കളഞ്ഞു പോയി. തലേണ്ണ കീറുകയും ചെയ്തു. ഇവിടെ ഏറ്റവും കൂടുതൽ തലേണ്ണ ഉള്ള ഞങ്ങളുടെ റൂമില. പിന്നെ ഏറ്റവും കൂടുതൽ തലേണ്ണ ഈ റൂമിലാ അറിയാം. ഇതിങ്ങനെ ആയിപ്പോയി. അതൊക്കെ അച്ഛമ്മേൻ്റെത്. അച്ഛമ്മ തലയിലും വയ്ക്കും, കാലിലും വയ്ക്കും, അങ്ങനെ കുറേ ഉണ്ട്. അച്ഛമ്മയ്ക്ക് തലേന്ന് കാലിലും വയ്ക്കണം, തലയിലും വയ്ക്കണം. നമുക്ക് വിരിപ്പ് മാറ്റാം കേട്ടോ. ഈ വിരിപ്പ് രസമില്ല. പിന്നെ ചെരുപ്പ ഇവിടെ തെരുവുനായക്കൻ്റെ ശല്യം കൊണ്ട് ചെരുപ്പൊക്കെ മൊത്തം ഉള്ളിൽ കയറ്റി വെച്ചിരുന്നു. അല്ലെങ്കിൽ ചെരുപ്പുകളൊക്കെ മൊത്തം നായക്കൾ കടിച്ചുകൊണ്ട് പോകും. ചിലതിൻ്റെ ഓരോ ജോഡിയൊക്കെ ഒന്നിൻ്റെയൊക്കെ പകുതി വരണുള്ളൂ കടിച്ചു മുറിച്ചിട്ടിട്ട്. ഇന്നലെ മടക്കി വയ്ക്കാനൊന്നും പറ്റിയില്ല. ഇന്നലെ ചെറുതോളം ഇല്ലാത്ത കാരണം ഞങ്ങൾക്ക് സിനിമ കണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് മടക്കി വയ്ക്കാം. ഇനിയുണ്ട് കുറേ തുണി അരട്ടി ഇളക്കിയിട്ട് കടുത്ത് മടക്കി വയ്ക്കണം. ഇന്നലെ ഇവരാരുമില്ലല്ലോ, അപ്പൊ വേഗം വേഗം പറഞ്ഞ അമ്മ നമുക്ക് വെറുതെ ഇരിക്കില്ല, നമുക്ക് സിനിമ കാണാനൊക്കെ. അങ്ങനെയാണ് എന്താ വീഡിയോ ഒരു സിനിമ ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മുടെ ടി വിയിലല്ല, ഫോണിൽ തന്നെ. അപ്പൊ ഞങ്ങളെല്ലാരും പാടെ കുറച്ച് നേരം ഫോണിൽ കണ്ടില്ല. നമ്മള് വീഡിയോ അതുകൊണ്ട് എടുത്തില്ല. എന്താണ് എന്നിട്ട് തിരുമ്പാനുള്ളത് ഇതാ ഈ മുക്കിൽ കിടക്കുന്നത് അവിടെ കൊണ്ടുപോയി വെക്കണം കേട്ടാ. എന്നിട്ട് കുളിച്ചോളി, ഞാൻ തുടക്കിയൊക്കെ ചെയ്തോളാം. അത് കിച്ചുവിന്റെ തിരുമ്പിയിട്ടില്ല. സോക്സ് ഒക്കെ അവന്റെ തിരുമ്പാളൊക്കെ പഠിക്കുന്നു. അച്ചു അവിടെയൊക്കെ വിരിച്ച് വൃത്തിയാക്കിയിട്ട് കേട്ടോ. സ്കൂളില്ലാത്ത സമയത്ത് പറഞ്ഞൊക്കെ ചെയ്യും. പക്ഷെ ചില സമയത്ത് എന്നോട് എന്തിനെങ്കിലുമൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിലേ ആന കുത്തിയാൽ അരങ്ങില്ല പറഞ്ഞില്ലേ, ഒന്നും ചെയ്യില്ല കേട്ടോ. ഈ നോട്ടൊന്നും അരങ്ങില്ല. അമ്മയ്ക്ക് എന്താ ചെയ്താ ചോദിച്ചിട്ട് ഈ കാന്താരി വെച്ചു തിരുമ്പ തുണി വന്നോ കല്യാണത്തിലിട്ടല്ലേ നിങ്ങള്? ഇതാ അവിടെ ചതില് എവിടെ കുളിക്കാനുള്ള വെള്ളം കേട്ടോ. എന്താണ് കോരിയതാ? മറ്റേത് പൊട്ടിയേ, നടുക്ക പൊട്ടിക്കണം. ഇപ്പൊ വെള്ളം ചോറല്ലാട്ടോ അടുപ്പത്ത് വെച്ചേക്കണ വെള്ളാണേ. ഇവിടെ എൻ്റെ തലയിലൊന്ന് എണ്ണ തേച്ച് കൊടുക്കട്ടെ.
കിച്ചു ചായ കുടിച്ചോ? ഏ പഴം വാങ്ങണം. ഓ പഴമൊക്കെ വാങ്ങിട്ട് വരാം. പുട്ടുണ്ടാക്കുമ്പോഴേക്കേ പഴം വേണ്ടു. നിങ്ങളുടെ കുളി ഉണ്ടാക്കുമ്പോഴേക്കും നിങ്ങളുടെ കുളി കഴിയുന്നു. ഞാൻ വരുന്നു. ആ ആയിക്കോട്ടെ. എണ്ണ കുറച്ച് ചെമ്പരത്തി പൂ ഇട്ടിട്ട് കാച്ചണം. അമ്മമ്മ വരിക വെച്ചാൽ അമ്മമ്മ കൊണ്ട് കാച്ചിക്കാൻ പറഞ്ഞിട്ട്. ഇത് നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിയ നല്ല എണ്ണയാണ് കേട്ടോ. കണ്ടോ എണ്ണയുടെ കളർ കണ്ടറിയില്ലേ? മില്ലിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല മണമാണ്. ചൂടുള്ള ചോറിൽ വെളിച്ചെണ്ണി അതേപോലെ ഉള്ളിയും വട ചതച്ചിട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അമ്മ അങ്ങനെ ഇടയ്ക്ക് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് അങ്ങനെ ഉണ്ടാക്കി തരും. അപ്പോൾ ഉണ്ടാക്കി തരുമ്പോൾ ഞങ്ങൾക്കത് കഴിച്ചിട്ട് ഭയങ്കര അതിനോട് ഭയങ്കര ഒരു താല്പര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ പാക്കറ്റ് വാങ്ങണ എണ്ണ മണം ഉണ്ടെങ്കിലും നമ്മളങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഇവിടെ പേടിപ്പിക്കും, എന്തെങ്കിലുമൊക്കെ മായം കൂട്ടിയതാണോ എന്നറിയില്ല എന്ന് പറഞ്ഞിട്ട്. ഇന്നലെ മിഞ്ഞാന്നല്ലേ താളിച്ച് നോക്കട്ടെ. കയ്യിലും കാലിലൊക്കെ തേക്കണോ? പിടിക്ക്. അവർ തേക്കുകയൊക്കെ ചെയ്യട്ടോ. സ്കൂളുള്ള ദിവസമൊക്കെ അവർ തന്നെ തേക്കുക. സ്കൂളില്ലാത്ത ദിവസം ഇങ്ങനെ ലീവൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. മുഖത്ത് തേക്കട്ടെ, കുറച്ച് മുഖത്ത് തേക്കട്ടെ. അവിടെ എണ്ണ തേക്കണേ. അമ്മുക്കുട്ടി ഞാൻ കോരാം അമ്മുക്കുട്ടി അവിടെ അടിച്ചു വരിക. കോരി പൊട്ടിയിട്ടോ. അപ്പോൾ അവൾക്ക് അടിച്ചിട്ട് അത് കോരാനേ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ കോരി എടുക്കട്ടെ. കുളിച്ചോട്ടമ്മോ. ചൂടുവെള്ളം ആർക്കൊക്കെ വേണ്ട? പുകയിന്ന് കടന്നിട്ട് കത്തിപ്പിടിച്ചു. എന്തമ്മാ? അച്ഛനെ എണ്ണ ചമ്മൂട്ടി അമ്മ തേച്ച് തരണോ? അവൾക്ക് എങ്ങനെയാണെന്നറിയോ, കുറച്ച് എണ്ണയെ പാടുള്ളൂ കേട്ടോ. തോനെ എണ്ണ ഇവിടെ നമ്മളിങ്ങനെ നെറുകിലിങ്ങനെ എണ്ണ പൊത്തി കൊടുക്കില്ലേ, നമ്മൾ നീരെറുത്തിട്ട് ചെമ്പരത്തിപ്പൂവൊക്കെ ഇട്ടിട്ട് തുളസിയുടെ ഇലയും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് നമ്മൾ നീരെറുത്ത് വെക്കും കേട്ടോ. അത് കഴിഞ്ഞേക്കണോ. അത് തേച്ച് കഴിഞ്ഞ് വെച്ചാൽ ഇവിടുത്തെ അമ്മയൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക. പല്ലുവേദന അതേപോലെ ചെവി വേദനയൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്ക് നല്ലതാണ്. നെറുകിലിങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ അച്ചമ്മ ഇല്ലാത്തത് കൊണ്ട് നെറുകിൽ എണ്ണ പൊത്തലൊക്കെ കമ്മിയാണ്. അവിടെ ആ ഭാഗത്തുണ്ട്, കുറേ ഉണ്ട്. നോക്കി വെക്ക് നടക്കണ്. ചായ വേണ്ടേ കുഞ്ഞാ നിനക്ക്? രണ്ടാമത് തന്ന കുഴപ്പമൊന്നുമില്ല. കഴിക്കുമ്പോൾ എന്താണ് വെള്ളപ്പാണ്ട് പോലെ ആണെങ്കിൽ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പോവണ്ട ചെയ്യാ. വെള്ളപ്പാണ്ട് പോലെ ചെയ്യുന്നു. പൗഡർ മൊത്തം കൂടി ഇട്ടിട്ട് ചന്ദനം. ഞാനും കുളിച്ചിട്ട് എപ്പോഴും ചന്ദനം ഇടും. കുളിക്കാൻ ചന്ദനം ഇടണല്ലേ ചേച്ചാ? പിന്നെ അച്ഛനില്ലല്ലോ. ഞാനിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഇടാലോ. അച്ഛനില്ലല്ലോ. ഇവിടെ ഇടുമ്പോഴാണ് ഇവിടെ ഇരിക്കുമ്പോ പുട്ട് ആവി പറക്കണ പുട്ട് പോരെ. ഞാനൊക്കെ ഇവരുടെ പ്രായത്തിലേ പഴം വാങ്ങാൻ പോകണ്ട. എൻ്റെ അമ്മ ഒരു ദിവസം ലീവ് ആക്കിയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളെ നോക്കാൻ ഇതേപോലെയൊക്കെ. അപ്പോൾ എൻ്റെ മക്കളിപ്പോൾ ഇങ്ങനെ ആയപ്പോൾ ഇത്രയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിക്കും ഇപ്പോൾ ഒരു എവിടെയെങ്കിലൊക്കെ ഒരു പണിക്ക് പോവുക കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഇതുപോലെ ശ്രദ്ധിക്കാൻ പറ്റും. എൻ്റെ അമ്മയൊക്കെ പണിക്ക് പോയി വന്ന് എങ്ങനെ പറയുക, തലയിൽ പേനാണ് വെച്ചാലും പേൻ നോക്കലും ഭക്ഷണം ഉണ്ടാക്കലും കുളിപ്പിക്കലും ഒക്കെ രാത്രിയിലായിരിക്കും. ഇതിൻ്റെ ഇപ്പം നമ്മുടെ മക്കള് ഓരോന്ന് ചെയ്യുമ്പോഴേ ഞാനൊക്കെ ചെറുതാവണം. അച്ചുവിൻ്റെയൊക്കെ എനിക്ക് 2 വയസ്സുള്ള സമയത്ത് എൻ്റെ അമ്മ പണിക്ക് പോകാൻ തുടങ്ങിയതാണ് കേട്ടോ. ഞാനൊക്കെ വിചാരിക്കും ഒരു ദിവസം അമ്മയ്ക്ക് ലീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് ഒരു കോഴി ഫാമിലും ഒരു വീട്ടുപണിയായിട്ടാണ് അമ്മ നിന്നിരുന്നത്. അപ്പോൾ ഒരു ദിവസം അമ്മ ലീവ് എടുത്ത് നിന്നിട്ടുണ്ട് പറഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാലോ. അന്നൊക്കെ പറഞ്ഞു വെച്ചാൽ പെട്ടെന്ന് വൈകുന്നേരം 6-6:30 വീട്ടിൽ വരും. അപ്പോൾ പിന്നെ വെള്ളം കോരാൻ പോക്കും, സർക്കാർ കിണറ്റിൽ വെള്ളം കോരാൻ പോക്ക്, അത് കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കലൊക്കെ ചെയ്യുമ്പോൾ
എല്ലാവരും അടുത്തുള്ളവരുടെയൊക്കെ അമ്മമാർ വീട്ടിലുണ്ടാവും. നമ്മുടെ അമ്മ രാവിലെ ചെയ്യാൻ പണിക്ക് പോവും, പിന്നെ വൈകുന്നേരത്ത് വരും, അങ്ങനെയല്ലേ. അപ്പം ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ പുഴ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മൾ കോൽപ്പാടം പുഴ കാണിച്ചിരുന്നല്ലോ, ആ പുഴ നിറഞ്ഞ് വെള്ളം ഒഴുകുകയാണെന്ന് വെച്ചാൽ പിന്നെ അമ്മയ്ക്ക് അക്കരയിലാണ് പണി. അപ്പം മാത്രം അമ്മയ്ക്ക് പണിക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പുഴ നിറഞ്ഞ് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ അമ്മ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കഴിച്ചോളി, ഞാൻ എടുത്തുതരണ്ട. എന്താ കുട്ടി കഴിക്കട്ടെ? കഴിച്ചോതാ. ആവി പറ. എന്താ കിച്ചു ഈ വണ്ടിക്കാരനോട് പോവോ? എനിക്കൊരു പേടി. അവരുടെ പിന്നാലെ മാറണേ ഇല്ല. നല്ല ചൂട്. എന്താ പഴം എടുത്തോളി, ചായ തരാം. പഴം എടുത്തോളി, വേണ്ടത് എടുത്ത് കഴിച്ചോളി കേട്ടോ. ഏട്ടനും കഴിക്കണില്ലേ? ഞാൻ പോട്ടെ. ഇനി ഒരു മൊന്ത ചായ ഒന്നുമില്ല കേട്ടോ. അമ്മൂട്ടി ചായ കുടിച്ചില്ലേ രാവിലെ? നമ്മൾ ചോറിന് അരി അടുപ്പത്തിട്ടതാ. ചോറിന് അരി ഇട്ടത് തിളയ്ക്കണം കേട്ടോ. ഇവർക്ക് പുട്ടും പഴവും ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ പുട്ടും ചെറുപയറില്ലേ, ആ കറി ഇഷ്ടമാണ് കേട്ടോ. മുരിങ്ങക്കൂട്ടാൻ വേണോ അച്ചു? പുളി ഒഴിക്കാത്ത കറിയൊക്കെ കൂട്ടിയിട്ട്, സാമ്പാർ കൂട്ടിയിട്ട്, മുരിങ്ങക്കൂട്ടാൻ കൂട്ടിയിട്ടൊക്കെ കൂട്ട് കഴിക്കും കേട്ടോ. അതൊരു പ്രത്യേക രുചിയാണ്. ഇതാ ചോറിന് അരി അടുപ്പത്തിട്ട് ചോറ് തിളയ്ക്കണോ. ഇന്നൊരു ഇടിച്ചക്ക ഇടണട്ടേട്ടാ. ആയിക്കണോ അപ്പുറത്തേ ഇട്ടോളി. അമ്മുട്ടിക്ക് ചക്ക കൂട്ടാൻ, കാവത്ത് കൂട്ടാൻ, അതേപോലെ പൂളക്കൂട്ടാൻ, അങ്ങനെ പുളിപ്പില്ലാത്ത കൂട്ടാനുകളൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. അവൾ ചോറിനിടേക്കാട്ടിലും അകത്തത്രേ കഴിക്കുള്ളൂ കേട്ടോ. അത് കഴിക്കണത് ആ കറി മാത്രം കഴിക്കും. എന്നിട്ട് കുറച്ച് വെള്ളവും കുടിച്ച് കഴിഞ്ഞാൽ അമ്മുതാവും. ഇവിടെ അച്ചുട്ടിക്ക് എന്താ അച്ചുട്ടി ഉണ്ട്? അച്ചുട്ടിക്ക് പലഹാരം അതാണ് കേട്ടോ. പുട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചേക്കണത്. ഇനി അച്ചു ഉച്ചയ്ക്കും പലഹാരമേ കഴിക്കുള്ളൂ, ഇട സമയത്തും പലഹാരമേ കഴിക്കുള്ളൂ, രാത്രി അതേ കഴിക്കുള്ളൂ. ഇനി ഉണ്ടാവുകയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴല്ലേ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. വിളിക്ക് വേണ്ടിയിട്ട്. ഇനി ഒരു ദിവസം ഉണ്ടാക്കിയില്ല വിചാരിച്ചല്ലേ ഒറ്റ തിരിയലാണ്. അതിലമ്പോ അതൊക്കെയാണ് വീഡിയോയിൽ കാണിക്കേണ്ടത്. എനിക്ക് മതി, ഞാൻ പോകും. അമ്മ ഈ ഇത് പുട്ട് ആർക്ക് കൊടുക്കണ്ട്? പുട്ടോ? ഈ പുട്ട് പപ്പൂനുണ്ട് ഇട്ട് കൊടുക്ക്. ഇത്രയും കുറച്ചോ? ആ ഇതോ കണ്ടോ, ഒരു അര കഷ്ണം പുട്ട് എടുത്തിട്ട് അകത്ത് അത്രയും കൂടി കഴിക്കാൻ വയ്യ. അമ്മ കഴിക്കാം മുട്ടി. അത് കോഴിക്കിട്ട് കൊടുക്ക്. പഴം വേണ്ടേ നമുക്ക്? ഒരു കഷ്ണം അവൾക്ക് നേരെ കഴിക്കാൻ വയ്യ അവൾക്ക്. അമ്മോ എന്നാ വെള്ളച്ചോറ് വേണോ തൈര് കൂട്ടിയിട്ട്? വേണ്ട. അമ്മ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. 2 ഇഡ്ഡലി 1 ദോശ പുട്ടാണ് വെച്ചാൽ എത്ര ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം. ഇതാണ് അമ്മൂൻ്റെ കഴിക്കൽ. ഏട്ടാ കഴിച്ചോളി. കിച്ചു കുളിക്കാൻ വന്നിട്ടേ കേട്ടോ ആ വണ്ടി അവിടെ നിർത്തി. അവർ ചായക്ക് പോയി, അതാണ്ട് അവിടെ കയറ്റി നിർത്തിയിരിക്കണത്. അപ്പോൾ അവൻ വേഗം വന്ന് കുളിക്കണു. ഇനി കുളിച്ച് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് പിന്നെയും പോകുന്നു. പിന്നെ എന്താണെന്നറിയാം, പപ്പൂന് കൊടുക്കാൻ. രാവിലെ അവൾ ചായ കുടിക്കുന്നതും കൊടുക്കൂട്ടോ. ഒരു വായൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അവൾക്ക് അപ്പം കൊടുക്കണം, ചായ അവന് കൊണ്ടേ കൊടുക്കണം. അതേപോലെ എന്തെങ്കിലും കഴിക്കുകയാണെന്ന് പറഞ്ഞാലും ഒരു വായ അവന് കൊടുത്താലേ അവൾക്ക് സമാധാനമാവുള്ളൂ. അച്ഛൻ നിർത്തിയോ? അച്ഛൻ അവൾക്ക് കൊടുത്തത് അവൾ കഴിക്കും. അമ്മ തന്നെ ഭക്ഷണം കഴിക്കാൻ മടിച്ച് ഭക്ഷണമേ കഴിക്കില്ല അവൾ. ചോറ്, ഈ ചോറാണെങ്കിലോ എത്ര നേരം വേവണം വെച്ചിട്ടാ. അപ്പോൾ കുറേ നേരം വേണം കേട്ടോ വേവാൻ. 2 മണിക്കൂറൊക്കെ വേണം. നമ്മൾ ഇവിടുന്ന് ഒരു നാളെ പോയിട്ട് വാങ്ങിയിട്ട് വന്ന കേട്ടോ റേഷൻ കടയിൽ തരിമ കഴിഞ്ഞിട്ട്. അത് നമ്മൾ ഈ റേഷനരി ഇടയ്ക്ക് വെക്കും കൊണ്ടേ പെട്ടെന്ന് അത് വേഗം വേവുമല്ലോ. ഇത് കുറച്ച് വേവാകുമ്പോൾ നമുക്ക് തോന്നുന്നു കുറേ നേരമായി എന്നത്. എന്താണ് ഇന്ന് മത്തനും പരിപ്പുമാണ് കൂട്ടാൻ വെക്കുന്നത്. അപ്പോൾ കൂട്ടാൻ വയ്ക്കാൻ മത്തൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുകയാണ് മത്തനും പരിപ്പും വെച്ചോളി, കുറച്ച് മുളക് വറുത്ത പുളി ഉണ്ടാക്കണം കേട്ടോ അമ്മന്ന്. അപ്പോൾ കുറച്ച് മുളക് വറുത്ത പുളി ഉണ്ടാക്കി കൊടുക്കണം. മുളക് വറുത്ത പുളി ഇവർക്ക് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ മത്തൻ കൂട്ടാനേക്കാട്ടിലും മത്തൻ കൂട്ടാൻ അനിയന് നല്ല ഇഷ്ടമാണ്.
അപ്പോൾ പുളിയാണ് പറഞ്ഞാൽ ചേട്ടനും ഇഷ്ടമാണ്. അപ്പം അങ്ങനെ 2 പേർക്ക് 2 തരത്തിലായ പുളി വയ്ക്കാൻ അധികം പണിയൊന്നുമില്ലല്ലോ. എനിക്ക് ഇന്നലെ വിറകിലൊക്കെ പോയിട്ട് അലർജി കയറിയിട്ട് എൻ്റെ അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ പിന്നെ വേഗം ഒരു ഗുളികയൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. നമ്മളിതാ പറഞ്ഞിട്ട് ഇടിച്ചൊക്കെ എടുത്തു കേട്ടോ. ഇതിൻ്റെ ചെരുപ്പേ പുറത്ത് പോയപ്പോൾ ഇവിടെ വെച്ചതാണ്. ഇനി ഇത് നായ അപ്പുറത്തെ വീട്ടിലൊക്കെ മമ്പണി ചെയ്യാൻ മണ്ണെടുക്കണം കേട്ടോ. നമുക്ക് മമ്പണി ചെയ്യാൻ മണ്ണെടുത്തിട്ട് ഒറ്റയ്ക്ക് ചെയ്യാനറിയില്ല. ഇവിടെ വരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സമയം കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്ര ഭാഗം അത് മുളഞ്ഞേ. നമ്മുടെ ഇവിടെ ഇതിനെ മുളഞ്ഞിന്നാണ് കേട്ടോ പറയുക. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ? എന്താ കിച്ചു പോണത് പുളി അതങ്ങനെ ഇരുന്നോട്ടെ. അങ്ങനെ പോവുകയും കുറച്ച് കഴിഞ്ഞിട്ടേ ഇടിച്ചക്കല്ലേ ഇങ്ങനെ അമ്മിയിലൊക്കെ ഇങ്ങനെ ഇടിച്ചിട്ട് വേവിച്ച് അമ്മിയിൽ ഇടിച്ചിട്ട് ഇങ്ങനെ കടുക് എടുത്ത് താളിച്ചാണല്ലോ നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ട് അടിപൊളി. അതിന് മുളക് വറുത്ത പുളി അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഏട്ടാ കിച്ചുവിനും കൂടി കൊടുക്കട്ടെ. അച്ചുട്ടി ഇതിലൊരു പാത്രം വെള്ളം കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇടിച്ചൊക്കെ ആയില്ല അല്ല അച്ചു കുറച്ചുകൂടെ ഉണ്ടാവില്ലേ? കുറച്ചും കൂടി ചായ വേണ്ടേ കിച്ചുട്ട? ഇതിന് റോട്ടിൽ കൂടെ ഇങ്ങനെ പോകണ്ട കേട്ടോ. എന്താണെന്നറിയോ അവരവിടെ പണിയെടുക്കുകയാണ്. ആ പണിയെടുക്കുമ്പോൾ നമ്മൾ പോയിട്ട് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല കിച്ചുട്ടാ കേട്ടോ. കാണുമ്പോൾ വണ്ടിയല്ലേ നമ്മളിങ്ങനെ പോയി നോക്കി നിൽക്കണം എന്തിനാ കേട്ടോ കുഞ്ഞാ? അത് ആ കാട്ടിനുള്ളിൽ ചായ ചായ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ അമ്മ അവിടെ ഇരുന്ന് വായിക്കാനും എഴുതാനൊക്കെ തുടങ്ങിക്കണു കേട്ടോ. അച്ഛനി എന്താ ചെയ്യണേ? ആ തുണി കൂടെ ഒക്കെ മുളഞ്ഞേക്കണ്. അത് സാരില്ല. കയ്യിന് മേത്ത് കൂടെ ഒക്കെ ആക്കണ്ട, കളയാതെ. അതാ സാരി കൂടെ മൊത്താക്കി. അവളിനി എവിടെ ആവാൻ അവള് കളയാൻ പറഞ്ഞു. അവസാനം അവളുടെ കൈ കൂടെ കുറെ ആക്കി, ആ സാരി കൂടെ ആക്കി. ഇനി എവിടെ ആവാൻ ബാക്കിയില്ല. അയ്യോ ഇല്ല, ആയിട്ടില്ല. നടാടത്തെ ഇടിച്ചക്ക അടുപ്പിലെടുത്തേ. ഞാൻ ഇത് പറഞ്ഞല്ലേ, ഇതിനെന്താ പറയുക? മുളഞ്ഞിന്നാണോ പറയുക? അതിന് മുളഞ്ഞി തന്നെ പറയും. അല്ല വേറെ എന്തൊക്കെ പേരുകളുണ്ട് ഏട്ടാ ഇതിന്. എന്താണ് പറയാത്തത്? എന്തൊന്നും പറയാത്തത്? കിച്ചുവിനെ നാണം വന്നിട്ട് നോക്കി വയ്യ. ഞാനിവിടുന്ന് മാറിപ്പോവുക. എന്താ എൻ്റെ നാണം? കഴിക്കുന്നത് കാണിക്കണ്ട. അപ്പോൾ നമ്മുടെ ഇതിന് 10 മണിക്ക് ബസ്, 10 മണിക്ക് 8 മണിക്കൊക്കെ ബസ് ഉണ്ടാകുന്നില്ലേ? അപ്പോൾ ആ ബസ് നിർന്നക്കണം കേട്ടോ. കുറച്ച് ദിവസമായി ബസ് ഓടിയിട്ട്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ബസ് ഇവിടെ വിശ്വസിക്കാനേ പറ്റില്ല. ഒരു ദിവസം ഉണ്ടെങ്കിൽ 10 ദിവസം ഉണ്ടാവില്ല. അങ്ങനെ കൊറോണ കഴിഞ്ഞിട്ട് ഇതപ്പോൾ 2-3 മാസമായിട്ട് ഇതിൽ ഓടാൻ തുടങ്ങിയിട്ട് തന്നെ ആ ബസ് നിൽക്കുകയും ചെയ്തു. നമ്മളുടെ വിശേഷങ്ങൾ അങ്ങനെ തീരുന്നില്ല. ഇനിയുണ്ട്. അച്ഛനൊക്കെ ആശുപത്രിക്ക് പോവാണ്. അത് കാരണം ഞങ്ങളുടെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഞങ്ങളിന് പാലക്കാട് ചുറ്റണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പറ്റുമെന്നറിയില്ല. ഞങ്ങളുടെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് ഇനി വരും. നാളെ കാണാം. ബൈ ബൈ.